ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞു വ്ളോഗാണ്. നമ്മൾ കണ്ണൂർ പോകുന്നുണ്ട്, ഞാനും മോളും അമ്മയും കൂടിയിട്ട്. അപ്പോൾ ഒന്ന് വ്ളോഗ് എടുത്തേക്കാന്ന് കരുതി. കാരണം എൻ്റെ 2-3 ഫ്രണ്ട്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുക്കിംഗ് വീഡിയോ ചെയ്യുന്നതിലിടക്ക് കുറച്ച് വ്ളോഗ് കൂടി ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം പിന്നെ എന്തായാലും പോകുന്നതല്ലേ, ഒരു വീഡിയോ എടുത്തേക്കാന്ന് കരുതി. അപ്പോൾ ഇതാ വണ്ടി ഓടിക്കുന്നത് ആഷിഫാണ്. ഇവൻ ഞാനൊരു 6-7 വർഷം മുന്നേ ട്യൂഷൻ എടുത്തതിൻ്റെ സ്റ്റുഡൻ്റ് ആണ്. അപ്പം നമുക്ക് കാറിന് ചെറിയ ചെറിയ പണികൾ കൂടി ചെയ്യാനുണ്ടായിരുന്നു. അതുകൊണ്ട് ഇവനെയും കൂടി ഒന്ന് കൂട്ടിയതാണ്. മെയിനായിട്ട് ഇതാ കാറിൻ്റെ ടയറിൻ്റെ പ്രശ്നം ഉണ്ട്. കാറിൻ്റെ ടയർ എപ്പോഴും പഞ്ചറായിക്കൊണ്ടേയിരിക്കും. നമ്മൾ കാറ്റടിച്ചടിച്ചിട്ടാണ് നമ്മളെപ്പോഴും യൂസ് ചെയ്യുന്നത്. ഇത്തവണ പോയ സമയത്ത്, അതായത് ഒരു 2-3 ദിവസം മുന്നേ നമ്മൾ ഈ ഒരു പഞ്ചർ കാണിക്കാൻ പോയ സമയത്ത് അവർ പറഞ്ഞു ടയർ ഓൾമോസ്റ്റ് പോയിട്ടുണ്ട്, പുതിയ ടയർ വെക്കണമെന്ന്. അപ്പോൾ എന്തായാലും നമുക്ക് ഒരു ദിവസം കണ്ണൂർ പോകണം, അന്ന് വന്നിട്ട് ടയർ വെക്കാമെന്ന് കരുതി പുതിയ ടയറൊക്കെ ബുക്ക് ചെയ്തു. അപ്പോൾ ഇതാ നമ്മൾ കണ്ണൂർ പോകുന്നതെന്ന് വന്ന് ടയറൊക്കെ ചേഞ്ച് ചെയ്തിട്ടാണ് പോകുന്നത്. അവിടെ ഒരു 1/4 മണിക്കൂറോളം അവിടെ ആയിട്ടുണ്ട്. കാരണം നമ്മളൊരു ഉച്ചക്കൊരു 2 മണിയൊക്കെ കഴിഞ്ഞിട്ടാകുമ്പോഴാണ് ഇറങ്ങിയത്. പിന്നെ ഈ ടയർ കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുത്തു. കട്ട പോസ്റ്റായിട്ട് നിൽക്കുന്നതാണ്. മോളും അമ്മയും വണ്ടിയിൽ തന്നെയാണ് ഇരുന്നത്, വെയിലല്ലേ. പിന്നെ അവിടുന്ന് നേരെ നമ്മൾ ആറാംകോട്ടത്തേക്കാണ് പോയത്. ആറാംകോട്ടം ഒരാളെ പിക്ക് ചെയ്യാനുണ്ട്, വേറെ ആരുമില്ല, ദാ നടന്ന് വരുന്ന എൻ്റെ അനുശ്രീയാണ്. അപ്പം ഞാനിങ്ങനെ മെസ്സേജ് അയക്കുന്ന സമയം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ കണ്ണൂർ പോകുന്നുണ്ട്. പെട്ടെന്ന് പറഞ്ഞതാണ്, ഞാനിപ്പോൾ ഉച്ചക്ക് ഇറങ്ങാൻ പോകുന്ന കണ്ണൂർ, നീ വരുന്നുണ്ടോ ചോദിച്ചു. അപ്പോഴും വെറുതെ ഇരിക്കുന്ന, ശരി എന്നാൽ വന്നേക്കാന്ന് എഴുതിയിട്ട് ഓളും കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ രണ്ടാളും കൂടി ഉണ്ടായിക്കഴിഞ്ഞാൽ ഞാൻ എവിടെ പോകുമ്പോൾ ഓള് വരുന്നതാണ്. അപ്പോൾ ഇപ്പം മോളെയും കൂടി കാണാമല്ലോ എന്ന് വെച്ച് വന്നതാണ്. വന്നതും എൻ്റെ അടുത്ത് ഒരു മൈൻഡും ഉണ്ടായിട്ടില്ല. നേരെ മോളെ നോക്കിയിട്ട് എന്നെപ്പോലെയല്ല ഇപ്പം മോള് ഏട്ടനെ പോലെ ആയി എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ നേരെ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് വന്നിട്ടുണ്ട്, കിംസ് ശ്രീചന്ദിലേക്ക്. ആഷിഫ് വണ്ടി പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോയി. ഇവിടെ വന്നതെന്ന് വെച്ചാൽ മോളെ കാണിക്കുന്ന പീഡിയാട്രിഷ്യൻ ഇവിടെയാണ് കാണിക്കുന്നത്. അപ്പം അങ്ങോട്ടേക്ക് കാണിക്കാൻ വേണ്ടി വന്നതാണ്. മന്ത്ലി വിസിറ്റ് ഉണ്ട് ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് വന്നതാണ്. ഡോക്ടറെ റൂം, അതായത് പീഡിയാട്രിഷ്യൻ്റെ റൂം എന്ന് പറയുന്നത് 5th ഫ്ലോറിലാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് നമ്മൾ പോകുന്ന ലിഫ്റ്റ് ഉണ്ട്, ലിഫ്റ്റ് കയറിയിട്ട് നമ്മൾ 5th ഫ്ലോറിൽ പോകുന്ന. ഇവിടെ കാണിക്കുന്ന ഡോക്ടർ ആഷ്ലി ഷാജിയാണ്. നല്ല ഡോക്ടറാണ്. നമ്മുടെ ഓരോ ഡൗട്ട്സ് ആയി കഴിഞ്ഞാലും എന്ത് ഡൗട്ട്സ് ആയിക്കോട്ടെ ചിരിച്ചുകൊണ്ട് ക്ലിയർ 1 by 1 ആയിട്ട് നല്ലോണം ക്ലിയർ ചെയ്ത് തരും. കൺസൾട്ടേഷനൊക്കെ അടിപൊളിയാണ്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇവിടെ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് ഈ ഡോക്ടറെ തന്നെ കൺസൾട്ട് ചെയ്യുന്നത്. അപ്പോൾ ഡോക്ടർ NICU-ലായതുകൊണ്ട് കുറച്ച് നമുക്ക് വെയിറ്റ് ചെയ്യേണ്ട വന്നിട്ടുണ്ടായിരുന്നു. അത് ഒരു 1 hour ഒക്കെ കഴിഞ്ഞായിരുന്നു ഡോക്ടർ വരുമ്പം. അത് കഴിഞ്ഞ് പിന്നെ പേഷ്യൻസ് ഒക്കെ കഴിഞ്ഞിട്ട് കുഞ്ഞു വാവകൾ വേറെ ഉണ്ടായിരുന്നല്ലോ കാണിക്കുക. അപ്പോഴേക്കും നമ്മൾ നല്ല ലേറ്റായി, 5 മണിയൊക്കെ കഴിഞ്ഞു ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുമ്പം. പിന്നെ തിരക്കിട്ട് വേഗം ഒന്ന് സൗത്ത് ബസാറിലുള്ള മുത്തൂട്ടിലേക്ക് പോയിട്ടുണ്ട്. അവിടെ കുറച്ച് പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. ക്ലോസ് ചെയ്തു എന്നുള്ള പേടിച്ചിട്ടാണ് ഞാൻ പോയത്. അപ്പോഴേക്കും അവർ ക്ലോസ് ചെയ്യാൻ പോകുന്നതായിരുന്നു. അതിൻ്റെ കുറച്ച് തിരക്കും കാര്യമെല്ലാം ഉണ്ടായിരുന്നു. അവിടെയും നമ്മൾ കുറച്ച് സമയം ഒന്ന് പോസ്റ്റ് അടിച്ച് നിൽക്കേണ്ട വന്നിട്ടുണ്ട്. അപ്പോൾ ആ ടൈം ഇതാ മോളും ഞാനും അനുശ്രീയും കൂടിയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അമ്മയും ആഷിഫും വണ്ടിയിൽ ഇരിക്കുക ചെയ്തത്. മോളെ എന്തായാലും വണ്ടിയിൽ ഇരുത്തിക്കാൻ കഴിയില്ല, കാരണം അവൾ കുറേ സമയം ഇവിടെ അടങ്ങിയിരിക്കൂല. അപ്പോൾ പ്രത്യേകിച്ച് ഞാനും അടുത്തില്ലാത്തപ്പോൾ നിൽക്കുകയില്ല. അപ്പം എനിക്ക് മോളെ എടുക്കുകയോ നടക്കുകയോ ചെയ്യേണ്ട വന്നിട്ടില്ല. വന്നപ്പോൾ തൊട്ട് അനുശ്രീൻ്റെ കയ്യിൽ തന്നെയാണ്, അവൾ കയ്യിൽ നിന്ന് താഴെ വെച്ചിട്ടില്ല, വേറെ ആർക്കും കൊടുത്തിട്ടുമില്ല. മാവക്കും അത് പ്രശ്നമില്ല. മോളും അനുശ്രീൻ്റെ കൂടെ തന്നെ ഒട്ടിയിരിക്കുന്നുണ്ടായിരുന്നു അവൾ അനുയമ്മേൻ്റെ അപ്പുറം. അപ്പോൾ നമ്മളിതാ വന്നു, പേയ്മെൻറ്റൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഇവർ നമ്മളീ നോക്കി അവരും വണ്ടിയിൽ പോസ്റ്റ് അടിച്ചിരിക്കുന്ന. പിന്നെ നമ്മൾ നേരെ പോയത് ന്യൂ ബസ് സ്റ്റാൻഡിലുള്ള ഇമാനുവൽ സിൽക്സിലേക്കാണ്. അനുശ്രീക്ക് കുറച്ച് കുർത്തീസൊക്കെ നോക്കണം എന്ന് പറഞ്ഞ് പോയതാണ്. പക്ഷെ അവിടെ എത്തിയപ്പം പ്ലാൻ ചേഞ്ചായി. ഓള് കുർത്തി വാങ്ങിച്ചിട്ടില്ല. കുറച്ച് ടീഷർട്ട്സിൻ്റെ കളക്ഷൻ കണ്ടിട്ട് ടീഷർട്ടാണ് 2 ടീഷർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ടീഷർട്ടിനൊക്കെ ഇപ്പം നല്ല ഓഫർ ഉണ്ട്. ജെൻസിൻ്റെ ആയാലും ലേഡീസിൻ്റെ ആയാലും 165-നും 199-നൊക്കെ ടീഷർട്ട്സ് കിട്ടുന്നുണ്ട്. നല്ല ടീഷർട്ട്സാണ്, മോശമൊന്നുമില്ല കേട്ടോ, നല്ല ക്വാളിറ്റി ഉള്ളതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ ഗ്രീൻസിലേക്ക് പോയിട്ടുണ്ട്. പ്രഭാതുള്ള ഗ്രീൻസിലേക്കാണ് പോയത്. അവിടുന്ന് കുറച്ച് മോളുടെ ബേബി വീറ്റ പ്രൊഡക്റ്റെല്ലാം വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പം ഞാൻ അന്വേഷിച്ച സമയത്ത് ഗ്രീൻസിൽ നിന്നാണ് ബേബി വീറ്റ പ്രൊഡക്റ്റ് കിട്ടുകയെന്ന് കണ്ടു. അങ്ങനെ അങ്ങോട്ടേക്ക് പോയതാണ്. പിന്നെ അമ്മയുടെ സെക്ഷനിലേക്കാണ് പോയത്. അമ്മ കുറേ ആയി അമ്മക്ക് വേണ്ടി കുറച്ച് പാത്രങ്ങൾ വാങ്ങിക്കണം എന്ന് പറയുന്നത്, 2-3 പാത്രം. പക്ഷെ ഞാൻ നമ്മുടെ സാധനം കൂടി വാങ്ങിക്കാൻ പോകുമ്പോൾ ഒരുമിച്ച് വാങ്ങിക്കാമെന്ന് കരുതി അമ്മേനെ ഇങ്ങനെ ഇപ്പോൾ പോണ്ടെന്ന് പറഞ്ഞ് നിർത്തിയതാണ്. അപ്പം അങ്ങോട്ടേക്കും പോയി. സന്ധ്യ ആയിട്ടുണ്ടായിരുന്നു അവിടെ എത്തുന്ന ടൈമിൽ. നമ്മൾ പോയത് ജയസ്പോളിലുള്ള ഗുരു പാലസിലാണ്. നല്ല വലിയ പാത്രത്തിൻ്റെ ഷോപ്പാണ്. നമ്മളധികം ആ പാത്രങ്ങളൊക്കെ ഇവിടെ നിന്ന് തന്നെയാണ് വാങ്ങിക്കൽ. അത് കഴിഞ്ഞപ്പോഴാണ് ആഷിഫ് പറഞ്ഞത് ആഷിഫിന് ഒരു ഷവർമ്മ വേണമെന്ന്. വേറെ എന്തെങ്കിലും കഴിക്കാലൂടാന്ന് പറഞ്ഞിട്ട് അവന് ഷവർമ്മ തന്നെ മതി. നമ്മളെപ്പോഴും സീതാപ്പാനിയിലാണ് പോകൽ. അപ്പോൾ സീതാപ്പാനി ഓപ്പൺ ചെയ്യാത്തതുകൊണ്ട് തൊട്ടടുത്തുള്ള കസരസയിലാണ് പോയിട്ടുള്ളത്. വേറെ എന്തെങ്കിലും വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞു. പാവം നേരത്തെ വന്നതാ കൂടാ. പക്ഷെ അവനൊന്നും വേണ്ട, ഷവർമ്മേൻ്റെ റോൾ തന്നെ വേണമെന്നുള്ളത് കൊണ്ട് നമ്മളിതാ മോള്
കൂട്ടി പോയതുകൊണ്ട് അവിടെ ഇരുന്ന് കഴിക്കാൻ നിന്നിട്ടില്ല. ഓൾമോസ്റ്റ് ഒരു 6:45 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ പാർസൽ വാങ്ങിക്കാനാണേ നിന്നത്. അപ്പോൾ പാർസൽ ഇത് എവിടുന്നാ ചെയ്ത് തരും. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന. അപ്പോൾ നൈറ്റൊക്കെ ഞാൻ പുറത്തിറങ്ങിയിട്ട് ശരിക്കും പറഞ്ഞാൽ ഒരു 5-6 മാസമായി ഞാൻ പുറത്തെല്ലാം ഇങ്ങനെ നൈറ്റ് വന്നിട്ട്. ഏട്ടനുള്ള സമയത്ത് ഇടയ്ക്ക് വരുന്നതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു 7 മണി 7:30 ആയപ്പോൾ നമ്മൾ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ആഷിഫാണെങ്കിൽ വന്ന ഉടനെ ഇതാ ഷവർമ്മ തിന്നുന്ന തിരക്കാണേ. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ട്, കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നത്. കാരണം ഞാൻ ഇവിടുത്തെ ഷവർമ്മ ഇതുവരെ കഴിച്ചിട്ടില്ല. അപ്പം ഞാൻ ഓൻ്റെ അടുത്താണ് അഭിപ്രായം ചോദിക്കുന്നത് എങ്ങനെയുണ്ട് എന്ന്. അപ്പോൾ ഓൻ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവൻ വീട്ടിൽ പോയി ഞാൻ ഇതൊന്ന് കുളിച്ച് മാറ്റി ഫ്രഷ് ആയിട്ട് നിന്ന് ഭയങ്കര ടയേർഡായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. താങ്ക്